കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ശക്തമായ പ്രക്ഷോഭവുമായി കർഷക സംഘടനകൾ. റിപ്പബ്ലിക് ദിനത്തിൽ 500 ജില്ലകളിൽ ട്രാക്ടർ പരേഡ് നടത്താൻ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനാണ് കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മിനിമം താങ്ങുവില, കാർഷിക കടാശ്വാസം എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ട്രാക്ടർ റാലി നടത്താൻ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തത്. വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിന് കാരണമാകുന്ന വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക, ലങ്കിപ്പൂർ ഖേരി കൂട്ടക്കൊലയിൽ ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിലേത് BJP RSS പിന്തുണയോടെ നടക്കുന്ന കോർപ്പറേറ്റ് ഭരണമാണെന്ന് സംയുക്ത കിസാൻ മോർച്ച ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ജനുവരി 10 മുതൽ 20 വരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനവും ലഘുലേഖ വിതരണവും നടത്താനും സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോഡി തീരുമാനിച്ചു. വൻതോതിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും കടക്കെണിയും നഗരങ്ങളിലേക്ക് അനിയന്ത്രിത കുടിയേറ്റവും സൃഷ്ടിക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നതെന്നും സംഘടന ആരോപിക്കുന്നു. GDP വളർച്ചയുടെ കണക്കുകൾ സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴും ഇതിന്റെ നേട്ടം ലഭിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് എന്നും സംയുക്ത കിസാൻ മോർച്ച ആരോപിക്കുന്നു. കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരായ പ്രക്ഷോഭത്തിൽ വൻതോതിൽ ജനങ്ങളെ അണിനിരത്താൻ കിസാൻ മോർച്ച ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു. ഔദ്യോഗിക റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷമാകും ട്രാക്ടർ റാലി സംഘടിപ്പിക്കുക. റാലിയിൽ പങ്കെടുക്കുന്നവർ അതത് സംഘടനകളുടെ കൊടികൾക്കൊപ്പം ദേശീയ പതാകയും വാഹനങ്ങളിൽ സ്ഥാപിക്കണം. ട്രാക്ടർ റാലിയുടെ ഭാഗമായി ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, സോഷ്യലിസം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയും കർഷകർ ചൊല്ലും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.